بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരു പുഴയുടെ ഇരുകരയിലും താമസിച്ചിരുന്നവർക്കുള്ള ഏക യാത്രാമാർഗമായിരുന്നു ആ കടത്തുവഞ്ചി. എന്നാൽ വഞ്ചിക്കാരനൊരു വിചിത്ര സ്വഭാവമുണ്ടായിരുന്നു. വഞ്ചി കരയിലേക്ക് അടുപ്പിക്കുകയില്ല. ആളുകൾ മുട്ടപ്പം നനഞ്ഞു വേണം കരയിലെത്താൻ. പലരും ബഹളമുണ്ടാക്കിയെങ്കിലും അയാൾ സ്വഭാവം മാറ്റിയില്ല. പ്രായമേറിയപ്പോൾ ആ കടത്തുകാരൻ ജോലി ഉപേക്ഷിക്കുന്നുണ്ട്. പകരം മറ്റൊരാൾ വന്നു. അയാൾ പഴയ വഞ്ചിക്കാരനേക്കാൾ വിചിത്ര സ്വഭാവിയായിരുന്നു. കരയിൽ നിന്നും കുറച്ചുകൂടി അകലെ മാത്രമേ അയാൾ വഞ്ചി നിർത്തുമായിരുന്നുള്ളൂ. അരയ്ക്കൊപ്പം നനഞ്ഞു വേണമായിരുന്നു ആളുകൾക്ക് കരയ്ക്കെത്തുവാൻ. ആ സമയം അവർ പറഞ്ഞു തുടങ്ങി, പഴയ കടത്തുകാരൻ എത്ര നല്ല ആളായിരുന്നു. പ്രിയമുള്ളവരെ, ചില അനുഭവങ്ങൾ നമുക്കൊരുപാട് പാഠങ്ങൾ നൽകും. ചിലതിനെക്കുറിച്ച് ഓർത്താൽ ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോകും. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ചില നല്ല കർമ്മങ്ങളുണ്ടാകും. അതായിരിക്കും ഒരു തലമുറയുടെ തന്നെ ഗതിയെ നിശ്ചയിക്കുന്നത്. പുതിയ കാലത്ത് തലമുറയെ എങ്ങനെ നിയന്ത്രിക്കുമെന്നതിൽ പലയിടത്തും പല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? എന്നാൽ ഏതൊരു സമൂഹത്തിനും നന്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എത്രയോ മുകളിലാണെന്നറിയോ അതൊന്ന് ചെയ്തു കാണിക്കുമ്പോൾ. നമ്മുടെ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് സഹിക്കില്ലല്ലോ. ഈ സമൂഹം കുറേ മക്കൾ കൂടിച്ചേർന്നതാണ്. അവർക്ക് നമ്മൾ കാരണം നല്ല മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണ്ടേ? മാലിന്യം വലിച്ചെറിയരുത് എന്ന ബോർഡ് എന്തുകൊണ്ട് വെക്കേണ്ടി വന്നു എന്നോർത്തിട്ടുണ്ടോ? ഇവിടെ തുപ്പരുത് എന്നും മലിനപ്പെടുത്തരുത് എന്നൊക്കെയുള്ള ബോർഡുകൾ ആര് കാരണം വെക്കേണ്ടി വന്നു? നന്മകൾ മാത്രം തേടുന്ന ഒരു കാലമാണ് നമ്മുടേത്. തിന്മകൾ സമൂഹത്തെ കവർന്നെടുക്കുന്ന വളരെ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. നന്മകളുടെ വിളനിലമായി നമ്മുടെ സമൂഹം മാറണം. നമുക്ക് മുൻപേ ജീവിച്ച കുറേ നല്ല മനുഷ്യർ ചെയ്തു വച്ചത് അനുഭവിക്കുന്നവരല്ലേ നമ്മൾ? എല്ലാം കൈവിട്ടു പോയി എന്ന സങ്കടം പറയുന്നതിന് മുൻപ് ഒരു പുതുജീവൻ നൽകാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. 60 വയസ്സിന് മുകളിലുള്ള ഒരു വൃദ്ധൻ ഒരു മരം നടുന്നുണ്ട്. ഇത് കാണുന്ന ഒരാൾ ആ വൃദ്ധനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ മരം നട്ടത് കൊണ്ട് നിങ്ങൾക്കെന്താണ് പ്രയോജനമുള്ളത്? ആ സമയത്ത് ആ വൃദ്ധൻ പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ, ഈ കാണുന്ന മരങ്ങളൊന്നും നമ്മളായിട്ട് വച്ചുപിടിപ്പിച്ചതല്ലല്ലോ, പക്ഷെ അതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളല്ലേ. നമുക്കും ചെയ്യുവാനുള്ളത് ഇത് തന്നെയാണ്. വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഏറ്റവും നല്ലത് നൽകുവാൻ നമുക്ക് കഴിയണം. നമുക്ക് നന്നാകുവാനുള്ള എല്ലാവിധ പാഠങ്ങളും നൽകിക്കൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തു നിന്നും യാത്രയായത്. പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്നും എങ്ങനെ തരണം ചെയ്യണമെന്നും ആ മനുഷ്യൻ നമ്മെ പഠിപ്പിച്ചില്ലേ? കഠിനമായ ദുരിതങ്ങൾ നേരിടേണ്ടി വന്നിട്ടും ജീവിതമൂല്യത്തെ എങ്ങനെ കാക്കണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അനാവശ്യമായ സംസാരങ്ങളില്ലാത്ത, ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ലാത്ത, അനുവദനീയമായതിൽ മാത്രം തിളങ്ങുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയല്ലേ പ്രവാചകൻ? ഒരു തലമുറയെ എങ്ങനെ വാർത്തെടുക്കണമെന്ന് വളരെ കൃത്യമായിട്ടല്ലേ നമ്മെ പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയല്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.